ഒരു രക്ഷകർത്താവാണെന്ന് ഉറപ്പുള്ളവർക്കെല്ലാം കൈപൊക്കാം. ഞാനൊരു മികച്ച രക്ഷകർത്താവാണ് എന്ന് ഉറപ്പുള്ളവർക്ക് കൈപൊക്കാം. പകുതി ശകല സംശയമുണ്ട്. ഓക്കെ, ഞാൻ മികച്ചൊരു ഭർത്താവാണ് കേട്ടോ. ഞാൻ മികച്ചൊരു ട്രെയിനറാണ്. ഞാൻ മികച്ചൊരു അപ്പനാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാവരും മനസ്സിലൂടെ പറയുന്നുണ്ട്, അത് താനല്ല പറയേണ്ടത്. ഞാൻ മികച്ചൊരു ഭർത്താവാന്ന് പറയേണ്ടത് എൻ്റെ ഭാര്യയാണ്. മികച്ച ട്രെയിനറാന്ന് പറയേണ്ടത് കേൾക്കുന്ന ഞങ്ങളാണ്. മികച്ചൊരു അപ്പനാന്ന് പറയേണ്ടത് അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളൊരു മികച്ച രക്ഷകർത്താവാണെന്ന് പറയേണ്ടത് നിങ്ങളുടെ മക്കളാണ്. ഉറപ്പാ? ഒന്ന് വിളിച്ചേ, ഡയൽ ചെയ്തേ, കേക്കട്ടെ, വിളിക്കേ. സ്കോർ ചെയ്യണം, സ്വയം സ്കോർ ചെയ്യണം. നിങ്ങൾ പോയിട്ട് ഞാൻ ടാസ്ക് തരാം. വീട്ടിൽ പോയിട്ട് മക്കളുടെ അടുത്തോ പൊക്കോ ഭർത്താവിൻ്റെ അടുത്തോ പൊക്കോ ചോദിച്ചേ, ഒരു ഭാര്യ എന്ന നിലയിൽ ചേട്ടാ എനിക്ക് 100ൽ എത്ര പോയിന്റ് തരും? സമാധാനമായിട്ട് പോകുന്നു കുടുംബത്തിന് സാറ്. സീരിയസ്ലി ഇന്ന് തരുമോ ടാസ്ക്? നിങ്ങളുടെ അപ്പൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ മക്കളുടെ അടുത്തോ ആരാണ് നിങ്ങൾ ഏറ്റവും അടുത്തുള്ളത് പോയി ചോദിക്കുക. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് 100ൽ എത്ര സ്കോർ നൽകും? ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 2 മാസമായുള്ളൂ. ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ നമ്മളൊന്നാമത് ട്രെയിനറാണ്, സംഭവം അന്ന് ധാരണയൊക്കെ ഉണ്ടല്ലോ. നിധി, ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് 100ൽ എത്ര മാർക്ക് തരും? വേണോ? ഞാൻ പറഞ്ഞു സത്യസന്ധമായിട്ട് വേണം. 57. ഫസ്റ്റ് ക്ലാസ് ഇല്ല. ഞാൻ ചെയ്യാം 57. എൻ്റെ പൊന്നു പക്ഷേ നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ നടക്കുന്നുണ്ട്. ജയിച്ചു, അത് ഭാഗ്യം, പാസ് കിട്ടി. മുത്ത സാറേ, മുത്ത് സാറ്. എൻ്റെ കാര്യം പറഞ്ഞു, മനുഷ്യൻ നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എനിക്ക് സമയം തരുന്നുണ്ടോ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ വന്ന് ഈ ഫോണും തോണ്ടിക്കൊണ്ടല്ല എന്നെ കേൾക്കുന്നേ, അല്ലാതെ എന്നെ ഒന്ന് കേൾക്കുന്നുണ്ടോ? ശരിയാ, ഞാൻ ചെയ്യുന്നില്ല. ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം അത് തെറ്റാണ്. ഇന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് സ്കോർ ചോദിച്ച്, തിരുത്തേണ്ടത് എവിടെയാണെന്നൊന്ന് ചോദിച്ച്. അപ്പം തിരുത്താൻ വട്ടപൂജ ഒന്നുമല്ല, ഒരിക്കലും പൂജ തന്നെ പണ്ടേ ഡിവേഴ്സ് തന്നെ. ഓക്കെ, ആ മനുഷ്യൻ കളഞ്ഞേരെ പണ്ടേ. പൂജയൊന്നുമല്ല, ഒരു സ്കോർ നമുക്കുണ്ട്. പക്ഷേ നമുക്കത് ബെറ്റർ ആക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അമ്മായിമ്മയായിട്ട് നിങ്ങൾ സംസാരിച്ചു നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അമ്മായിമ്മ ഇല്ലേ? സോ ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഈ ഭാഗത്തിന്. ഓക്കെ, കം ടു ദ പോയിന്റ്. ഭർത്താവിന് ചോദിക്കണം, ചേട്ടാ ഞാൻ എവിടെയൊക്കെ ഇമ്പ്രൂവ് ബെറ്റർ ആക്കിയാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ നന്നാക്കാൻ എനിക്ക് നല്ലൊരു ഭാര്യയായിട്ട് കുറച്ചുകൂടെ സഹായിക്കാൻ പറ്റും? ചോദിച്ചു എനിക്ക്. ധൈര്യമുള്ളവരെല്ലാം പോയി ചോദിച്ചു നോക്കും. നിങ്ങളുടെ ഭർത്താവ് പറയാൻ പോകുന്ന ഡയലോഗ് എന്താണെന്ന് ഞാൻ പറയാം. പോടി അവിടുന്ന്, വേറെ പണിയൊന്നുമില്ല, കല്യാണം കഴിഞ്ഞ് കൊല്ലം കുറേ ഇപ്പോഴായിട്ട് അതല്ലേ ഏട്ടാ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നൊരു പുള്ളി പറഞ്ഞാൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യാവുന്ന. അപ്പോൾ പുള്ളിക്ക് നിർബന്ധമാണോ? അതെ നിർബന്ധം. പറയണോ? എഴുതി തരണം. എഴുതി തന്നു. നാളെ പോയിട്ട് 200 പേജിൻ്റെ ഭാര്യയുടെ ബുക്ക് മേടിച്ചോണ്ട് പോവാ. കല്യാണം നടന്ന നാളെ മുതൽ എനിക്ക് പറയാനുണ്ടെങ്കിൽ ചെയ്തു നോക്ക്.